നമ്മളങ്ങനെ കറങ്ങാനും കാര്യങ്ങളൊക്കെ പോയതായിരുന്നു. അങ്ങനെ വീട്ടിലോട്ട് പോകണം. പിന്നെ നല്ല ക്ഷീണമുണ്ട്. ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ സാധാ രീതിയിലാണ് ഇട്ടത്. അതുകൊണ്ട് പിന്നെ അതാകുമ്പോൾ കുറേ കാറ്റും കിട്ടും. അത് ഓടി കയറല്ലേ? ഓടിയാണ്. അങ്ങനെ വീട്ടിലേക്ക് കയറാം. നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നേരെ വണ്ടി വെയിറ്റ് എ മിനിറ്റ്. അത് പാമ്പ് പോലത്തെ സാധനം കൊമ്പും പിടിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്? ആ പാമ്പ് പോലത്തെ സാധനം കണ്ടോ ഗൈസ്? അതെന്താ സാധനം? ഇവിടെ ഫ്രാങ്ക്ലിനെ, ഞാനാണ് സ്നേക്ക്. അയ്യോ, ഞാനങ്ങോട്ട് പേടിച്ചായി. ഗൈസ് ഇവനെ എടുത്ത് തീർത്തേക്കാം. അയ്യോ, നിന്നൊന്നും ചെയ്യല്ലേ. എൻ്റെ പേര് സ്നേക്ക്. എനിക്ക് എന്തിഷ്ടപ്പെട്ടാലും ഞാനതെടുക്കും. എനിക്ക് ഈ വീട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് എടുക്കും. ഓ ഫ്രാങ്ക്ലിനെ, നീ എന്നെ കൊന്നാലും ഞാൻ പ്രതികാരം വീട്ടും. ഒന്ന് പോയടാവേ. നമ്മളങ്ങനെ ഇവനെ കൊല്ലുകയാണ്. ഓൻ പ്രതികാരം വീട്ടുന്നാ പറയുന്നത്. ഇവര് ഉണ്ടയും വീട്ടില്ല. അയ്യോ 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 അമ്മച്ചിയെ. അവതാ ചത്തു നെല്ലിക്കൊണ്ട്. നിങ്ങൾക്ക് എന്തായാലും പോയിട്ട് ന്യൂസ് കാണാം. അവൻ പ്രതികാരം വീട്ടും, ഉണ്ട വീട്ടും. നമുക്ക് ന്യൂസ് കാണാം. അല്ലെങ്കിൽ വേണ്ട, ഒരു സ്ഥലം വരെ നമുക്ക് പോകാണ്ട്. പെട്രോൾ പമ്പിലേക്ക് പോകണം നമ്മുടെ കാർ എടുത്തിട്ട്. നമ്മുടെ ഇതിന് പെട്രോള് അടിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗം പോവാം. നമ്മൾ പെട്രോൾ പമ്പിലെത്തി വരുന്ന വയ്ക്കേ ഒരു ഡിഫൻഡറിനെ നമ്മുടെ ഈ വണ്ടി പോലെ തന്നെ ഒന്ന് ഇടിച്ച് ഒരു ഡോർക്ക് തൊട്ട്. നമുക്ക് എന്തായാലും കടയിൽ പോയി റിപ്പയർ ചെയ്യാം. ആദ്യം പെട്രോൾ അടിക്കട്ടെ. നമ്മളങ്ങനെ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ആ പാമ്പ് വെല്ലുവിളിക്കണമെന്നൊക്കെ പറയണ കേട്ടില്ലേ? ഇനിയറ്റ വെല്ലുവിളിച്ചാലോ? പാമ്പുകൾക്ക് എവിടുന്ന്? അവൻ പറഞ്ഞത് പിള്ളേർക്കും ഉണ്ടർക്കും. പാമ്പുകൾക്ക് എന്ത് പിള്ളേർ? പാമ്പുകളുടെയൊക്കെ വിചാരം ഒന്ന് കൊത്തിയ ഗ്യാങ്സ്റ്റർ ആവുന്ന. അമ്മേ, ഈ ഡിഫൻഡർ മേലായ ഞങ്ങൾക്ക് നേരത്തെ ഇടിച്ചത് കള്ളൻ. അവനൊന്നും പറ്റിയില്ല. അവനെ ചെറിയൊരു സ്ക്രാച്ച് പറ്റി. എൻ്റെ ഒരു ഡോറും പോയി, പിന്നെ 3 ഡോറിൻ്റെ ലോക്കും പോയി. അപ്പം റെഡിയായി ഗൈസ്. പക്ഷെ ഈ ഡോറിൻ്റെ ലോക്ക് റെഡി ആയിട്ടില്ല. നമുക്കതായാലും വീട്ടിലേക്ക് കയറാം. നമ്മൾ വീട്ടിലെത്തി. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്, ഇതെന്താ സംഭവം? ഗൈസ് അവരിതാ പ്രതികാരം വിട്ട. ഒറ്റ മിനിറ്റ്, അവിടെ ഞാൻ എന്തോ കണ്ടല്ലോ ഗൈസ്. അവർ പ്രതികാരം വിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുറേ സ്നേക്സ് വന്ന് ഗൈസ്. നമ്മൾ പെട്ടല്ലേ, നമുക്കത് ചോദിച്ചു നോക്കാം. എടാ ഫ്രാങ്ക്ലിനെ, നീ ഞങ്ങളുടെ കൂട്ടത്തിലൊരാളെ കൊന്നൂലേ? നിന്നെ ഞങ്ങളെ വെറുതെ വിടില്ലടാ. അയ്യോ ഗൈസ്, ഇവര് പറയണേ വെറുതെ വിടില്ല. അയ്യോ സ്നേക്കോളെ, സോറി സ്നേക്കോളെ, എന്നെ ഒന്നും ചെയ്യല്ലേ. അങ്ങനെ ഞങ്ങളെ നിന്നെ ഒന്നും ചെയ്യാണ്ടൊന്നും വിടില്ലടാ. നിന്നെ കൊന്നിട്ടേ വിടല്ലോ. നമ്മളൊന്ന് കാണല്ലോ കേസ്. നമ്മളത് മിനി ഗണ്ണായിരിക്കുന്നു. എല്ലാം അതിന് പൂശിക്കോളാം. ചാടി. അയ്യോ, ഇവിടെ ആറ്റിറ്റ്യൂഡ് തുടങ്ങി. എല്ലാം അതൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. എനിക്ക് പിടിക്കാത്ത സാധനം. അയ്യോ, നമ്മളെ നിഞ്ച പൊട്ടിത്തെറിച്ച് ഗൈസ്. അത് നമുക്ക് വിഷയമല്ല. ഇനി വേറെ മേടിക്കാം. നമുക്ക് ഇവളെയൊക്കെ ഒന്ന് തീർക്കണം. ചാവില്ല. ആറ്റിറ്റ്യൂഡ് ഇടാൻ തുടങ്ങി. ആറ്റിറ്റ്യൂഡ് ഇടാൻ തുടങ്ങി. അയ്യോ, ചാവ്. ചത്ത്. ഒന്നും കൂടി ഉണ്ട്. ഒന്ന് പോയിക്ക. കൈ കിട്ടിയ പിന്നെ ഞങ്ങൾ എല്ലാം തരുന്നത്. പ്രതികാരം വീട്ടും. പറയാൻ പറ്റില്ല എപ്പോഴൊക്കെയാ പ്രതികാരം വീട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവിടെ വണ്ടി എടുത്തിട്ട് അവിടെ പാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വില കൂടിയ ഈ സിറ്റിയിലത്തെ ഏറ്റവും വില കൂടിയ നിഞ്ച H2R ആണ് പൊട്ടിത്തെറിച്ച്. ഞാൻ മിനി ഗണ്ണ് ഷൂട്ട് ചെയ്തപ്പോൾ നേരെ അയൽമേക്കായിപ്പോയി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.